വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുമ്പോഴും ഉദ്യോഗസ്ഥർ കാടറിയുകയോ നിരീക്ഷണം നടത്തുകയോ ചെയ്യുന്നില്ലെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം. കർഷക കോർഡിനേഷൻ കമ്മിറ്റി കർഷക ദിനത്തിൽ കോട്ടപ്പടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിരവധി പേരുടെ ജീവൻ കാട്ടാനയെടുത്തു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചു. ഏറ്റവും ഒടുവിൽ കോട്ടായി പാറയ്ക്കൽ അവറാച്ചൻ കാട്ടാന ആക്രമണത്തിൽ വാരിയിലിനും നട്ടലിനും അതിഗുരുതരമായി പരിക്കേറ്റ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. PK അവറാച്ചന് അടിയന്തര സഹായമായി സർക്കാർ 10 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഒരു ആന പാഞ്ഞെടുത്തു, അദ്ദേഹത്തെ ആക്രമിച്ചു. കീഴ്വയറ്റിനാണ് അദ്ദേഹത്തിന് ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തെ കോതമംഗലത്തെ ധർമ്മഗിരി ആശുപത്രിയിൽ പ്രവേശിച്ചു. ഞങ്ങൾ പോയി കാണാൻ കണ്ടതാ. 2 അപകടങ്ങളും ഈ 2 ആഴ്ചയായി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായി. 2 പേരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ പ്രദേശങ്ങളിലുള്ളത്. ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ജനകീയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആഗസ്റ്റ് 29-ാം തീയതി കളക്ടറേറ്റിന് മുൻപിൽ സത്യാഗ്രഹം നടത്തുമെന്നും UDF കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ജെയിംസ് കോറേമൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PC ജോർജ് സർക്കാരിനെതിരെ കുറ്റപത്രം വായിച്ചു. വിവിധ കക്ഷി നേതാക്കളായ KM വേണു, EM മൈക്കിൾ, KK സുരേഷ്, ബിജു വെട്ടിക്കുഴ, D കോര, EK കാസിം, MC അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. L9 ന്യൂസ്, കോതമംഗലം.